വീണ്ടും സ്വാഗതം. ഫൈനൽ ആർഗ്യുമെന്റിലേക്ക്. LDF സർക്കാർ വീണതോടെ ഡൽഹിയിലുള്ള KV തോമസ് മാഷ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. LDF സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അദ്ദേഹത്തിന് ഡൽഹിയിൽ തന്നെ തുടരാൻ കിട്ടിയൊരു അവസരമായിരുന്നു അത്. ഇനിയിപ്പോൾ എന്താണ് തോമസ് മാഷിന് മുന്നിലുള്ള വഴി? അദ്ദേഹം BJP നേതാക്കളോടക്കം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്തായിരിക്കും ഉദ്ദേശം? BJPയിലേക്ക് പോകാൻ എത്ര കണ്ട് സാധ്യതയുണ്ട്? അവിടെ എത്ര വലിയ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് എന്നുകൂടി സംസാരിക്കുകയാണ്. അജിംസ്, KV തോമസിന്റെ നീക്കങ്ങൾ കണ്ട് എന്ത് തോന്നുന്നു? KV തോമസ് BJPയിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലൈൻ അങ്ങനെയാണ്. സ്ഥാനങ്ങൾ വേണം, സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണം, മത്സരിച്ച് ജയിക്കണം, മന്ത്രിയാവണം, MP ആവണം, MLA ആവണം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. 2022 അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകലാനുള്ള പ്രധാനപ്പെട്ട കാരണം തൃക്കാക്കരയിൽ 2019 സീറ്റ് കൊടുത്തില്ല. 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് LDF സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ പോയി. അവിടെ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. CPM അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് CPM-ന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. രാഷ്ട്രീയമായി LDF-നോ CPM-നോ ഒരു പ്രയോജനവും KV തോമസിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ തവണ തോക്കുകയാണ് ചെയ്തത്. കൊച്ചി മണ്ഡലത്തിൽ തോക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ ലത്തീൻ സമുദായത്തെ അടുപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു തീരുമാനമുണ്ട്. ഉദാഹരണത്തിന് വിഴിഞ്ഞം പ്രശ്നത്തിൽ ലത്തീൻ സഭ LDF-നെതിരായിരുന്നു. ഓക്കി സമയത്തും സഭ എതിരായിരുന്നു. അപ്പോൾ KV തോമസിൻ്റെ വരവുകൊണ്ട് പ്രത്യേകിച്ച് LDF-ന് ഗുണമുണ്ടായിട്ടില്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യേണ്ട അധിക ബാധ്യത കൂടി CPM-ന് കിട്ടിയെന്നല്ലാതെ പിന്നെ കുറേ പൈസ അദ്ദേഹത്തിന് വേണ്ടി ചെലവഴിച്ചു. ഡൽഹിയിൽ വയനാട് മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ എന്ത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ മുമ്പും BJP നേതാക്കളായിട്ട് സംസാരിക്കാറുണ്ട്. നിർമ്മലാ സീതാരാമനുമായിട്ട് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നു പറയുന്നു. നിർമ്മലാ സീതാരാമനുമായുള്ള ബന്ധം എന്തുകൊണ്ട് വയനാട് പാക്കേജിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല? അപ്പോൾ ഏൽപ്പിച്ച പണി അദ്ദേഹം വൃത്തിയായിട്ട് ചെയ്തിട്ടില്ല എന്ന് CPM-ന് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഈ സ്ഥാനം രാജിവെച്ച KV തോമസ് CPM-ന് അധികപ്പറ്റാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത് KV തോമസ് നന്നായിട്ട് അറിയാം. KV തോമസിന് അടുത്ത രാവണം തേടി പോകും എന്നുള്ളതായിട്ട് ഉറപ്പാണ്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആ പുസ്തകം പ്രകാശനം നടത്താൻ ഇറങ്ങിയില്ല. അത് നാളെ പക്ഷേ ആ പുസ്തകത്തിലെ കണ്ടന്റ് പുറത്തു വന്നിരുന്നു. ആ കണ്ടന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയമുണ്ട്. 2001 തെരഞ്ഞെടുപ്പിൽ പത്മജിക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി കരുണാകരൻ വാശി പിടിച്ചതാണ് സോണിയാഗാന്ധിയും കരുണാകരൻ തമ്മിൽ അകലാൻ കാരണം എന്ന് പറഞ്ഞിട്ടൊരു പരാമർശം അതിലുണ്ട്. അപ്പോൾ അതിനെതിരെ പത്മജ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ BJPയിലേക്ക് എന്നാൽ BJPക്ക് രസമായി. അവിടെ പത്മജയും KV തോമസുമുള്ള ഒരു യുദ്ധമുഖം തുറക്കുന്നതായിരിക്കും ഫലം. ഞാനും പറയാൻ വിചാരിച്ച പോയിന്റ് അത് തന്നെയായിരുന്നു. കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. ഇനി ചെങ്കോട്ടയിൽ നിന്ന് എങ്ങോട്ട് എന്നുള്ളതാണ് ഇനി അടുത്ത പുസ്തകം എഴുതേണ്ടി വരിക. അദ്ദേഹത്തിന് 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 80 വയസ്സ് കഴിഞ്ഞിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാട്ടോ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രായമായി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ഥാനങ്ങളിൽ നിന്നിട്ടില്ലെങ്കിൽ വല്ലാതെ പെട്ടെന്ന് ഡൗൺ ആയി പോകും. എന്തെങ്കിലും സ്ഥാനം ഇവരൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഫിസിക്കലി ഡൗൺ ആയി പോകും. അപ്പം പലപ്പോഴും ഒരു ബിജുമേനം പറഞ്ഞത് അതാണ് ഖദറിന്റെ വില, കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും അങ്ങനെ നമ്മളിപ്പോൾ VS ആണെങ്കിലും കരുണാകരനാണെങ്കിലും ഇവരൊക്കെ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പം വളരെ ആക്റ്റീവായിട്ട് നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും തോമസ് മാഷ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹം ഏത് തോണിയിലാണ് കാല് വെക്കേണ്ടത് എന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇന്ന് നൽകിയ ബൈറ്റിൽ പറയുന്നുണ്ട്, സതീശൻ നല്ല മിടുക്കനാണ്, പിന്നെ കോൺഗ്രസുമായിട്ടുള്ള പലരുമായിട്ട് ഞാൻ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്, ആ ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വെക്കണോ ഇവിടെ വെക്കണോ എന്നുള്ള വലിയ കൺഫ്യൂഷൻ അദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പുസ്തകം എഴുതിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ പത്മജ അവിടുന്ന് വല്ലാതെ എതിർക്കാനുള്ള സാധ്യത. കാരണം ഈ പുസ്തകത്തിൽ അദ്ദേഹം സോണിയാഗാന്ധിയുമായുള്ള കരുണാകരൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, പത്മജയെ മത്സരിപ്പിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ പേരിൽ മത്സരിപ്പിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ അക്കൗണ്ടിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കരുണാകരൻ ശ്രമിച്ചത്. അത് സോണിയാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ PV നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം PV എന്ന് വിളിച്ചു, PM എന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞുള്ള പരാതിയുണ്ട്. അതേപോലെ K മുരളീധരനെ KPCC പ്രസിഡന്റ് ആക്കിയതും സോണിയാഗാന്ധിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ കരുണാകരനുമായിട്ട് സോണിയാഗാന്ധി ആക്കുന്നതിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം പത്മജയെ നന്നായി ചൊടിപ്പിക്കുകയും അദ്ദേഹം മനസ്സാക്ഷി ഇല്ലാത്ത ആളാണ്, കരുണാകരനെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു അർഹതയും ഇല്ല എന്നൊക്കെ പത്മജ പറയുന്നത്. ഞാൻ പഴയ കാര്യങ്ങൾ വിളിച്ചു പറയും, ഇനി കുറേ കഥകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പിന്നെ BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ പത്മജ അവിടുന്ന് പോവും, അല്ലെങ്കിൽ അവിടെ അടിപിടി നായാട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കം. ഇതിൽ ഇപ്പോൾ ഇത്ര ആയില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരാളല്ലേ, എന്നാൽ പിന്നെ ആ രംഗത്ത് മാത്രം നിന്നാൽ പോരെ. അനുഭവങ്ങളുണ്ടല്ലോ, ഇനി എഴുതാമല്ലോ. അതെ, അദ്ദേഹത്തിന് അതിനുള്ള ഒരു കഴിവ്. മറ്റേ കുമ്പളങ്ങി ആദ്യ പുസ്തകവും നല്ല മനോഹരമായ എഴുത്തായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട്
പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സാംസ്കാരിക രംഗത്തൊക്കെ അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെയുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് കൊച്ചിയിലൊക്കെ. പ്രത്യേക പ്രതിനിധി ആയതുകൊണ്ട് എൻ്റെ പ്രത്യേക ജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകം ഏതാണ് ഡൽഹിയിലെ. അല്ല, അദ്ദേഹം ആ നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ BJP-യിൽ പോവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ എന്തെങ്കിലും നല്ലതായി ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലും റദ്ദാക്കപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇത്രയും കാലമായിട്ട് പോലും മനസ്സിലായില്ലെങ്കിൽ അത് കഷ്ടമാണ്. അപ്പോൾ BJP-യുടെ അവസ്ഥ അനുസരിച്ച് എന്തെങ്കിലും ഒരു സാധ്യതകളില്ലാത്ത ആളുകളെ അങ്ങനെ ഉപയോഗിക്കാറില്ല BJP. KV തോമസിൽ എന്തെങ്കിലും സാധ്യതകൾ BJP ഈ അവസ്ഥയിൽ കാണുന്നുണ്ടോ? അങ്ങനെ പറയരുത്. കേരളത്തിൽ നിന്ന് BJP-യിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എടുത്തു നോക്കും. അപ്പോൾ അവരെന്തെങ്കിലും BJP സംഭാവന ചെയ്തിട്ടാണോ അവർ ഇപ്പോഴും ഉയരങ്ങളിലെത്തിയ ഒരാളെ പേര് ഞാൻ ടോം വടക്കം മുതൽ അനിൽ ആന്റണി വരെ. അതിൽ അൽഫോൺസ് കണ്ണന്താനത്തെ പ്രത്യേകം പരാമർശിക്കുന്നു. ശരി.